ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു രാജകീയ ഭക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. രാജകീയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഹൈദരാബാദിലെ നിസാം രാജകുടുംബത്തിൽ ചെയ്യുന്ന ഒരു ഡിഷാണ്, അതായത് ഒരു റോയൽ ഡിഷാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേര് എന്നാന്ന് വെച്ചാൽ ചിക്കൻ നിസാമി എന്നാണ് അതിന്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവരുടെ റോയൽ ടച്ച് പോലെ തന്നെ ഇതിന് കുറച്ച് റിച്ച് ആണ് ഈ ഫുഡ്. അതായത് ക്രീം, ഗീ ഇതെല്ലാം ചേരുന്ന ഒരു സാധനമാണ്. എന്നാലും നമ്മൾ എപ്പോഴും ഒരേപോലെ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസപ്പെട്ട് കഴിക്കാനായിട്ട് നമ്മൾ ആരായാലും ഇഷ്ടപ്പെടുവേ. എന്നാൽ നമ്മൾ എന്താ പറയുക, കുറച്ചൊരു കേരള ടച്ച് ഞാൻ ഇതിനകത്ത് നമ്മുടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിലൊരു പ്രത്യേക എന്നാ പറയുക ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒക്കെയാണ്. അന്നേരം നമ്മളിവിടെ കഴിക്കുന്നവർക്ക് അതൊന്നും പിടിക്കുകയില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തെടുക്കാനും അതിൻ്റെ ആ ടേസ്റ്റ് വരാനും ഒക്കെയല്ലേ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക എന്നേൽ ഒരു വലിയ പ്രശ്നമൊന്നും വരികയില്ല. പക്ഷേ ആ ഒരു എന്താ പറയുക ഡിഷിൻ്റെ ഫ്ലേവേഴ്സും എല്ലാം അതിനകത്ത് വരികയും വേണം. മാത്രമല്ല അതിൻ്റെ റിച്ച്നെസ് കൂട്ടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലാണ്. എന്തോരം ക്രീം ചേർക്കണം, എന്തോരം ഗീ ചേർക്കണം, ഇതെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. അവനവൻ്റെ ഹെൽത്ത് നോക്കിയേച്ച് വേണം ഇതെല്ലാം ചേർക്കാനായിട്ട്. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്ന കൂട്ട ഏതൊരു ഡിഷ് ഉണ്ടാക്കുവാന്നേലും നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ആദ്യം അതിൻ്റെ ആ കറക്റ്റ് റേഷ്യോയിലും ആ പറഞ്ഞേക്കുന്ന ഇൻഗ്രീഡിയൻസും തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണം. എന്നാന്നോ നമ്മൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇതെല്ലാം മതി എന്ന് പറഞ്ഞിട്ട് ആ ടേസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ദ റിയൽ ടേസ്റ്റ് എന്നതാന്ന് നോക്കിയേച്ച് പിന്നെ ആ ടേസ്റ്റിനോളം നമുക്ക് നമ്മുടെ കയ്യിൽ, അതായത് ഒത്തിരി ഗീ വേണ്ട, ഓക്കെ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം, ഈ പറഞ്ഞ പോലെ ക്രീം വേണ്ട, അതിന് പകരം വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ട് അത് ഒഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച് ചേർക്കുന്നത് നല്ലത് തന്നെയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സെയിം ടേസ്റ്റ് അതിന് വരണം, അതായിരിക്കണം നമ്മുടെ ശ്രമം. പക്ഷേ നമ്മൾ ഹെൽത്തി ആയിരിക്കണം. ഇത് കുറച്ച് ഹെൽത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഞാൻ ഹെൽത്തി പറയുമല്ല. കാരണം ഇതിനകത്ത് ക്രീമും ഒരുപാട് നെയ്യ് ഇതെല്ലാം വരുന്നതായതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് സ്പൈസിനെസ് നല്ലോണം വേണം. പക്ഷേ നമുക്ക് കുറേ ആൾക്കാർക്ക് എരിവ് ഒത്തിരിയും ഇഷ്ടമല്ലാത്തവരുണ്ട്, പക്ഷെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലരാണെങ്കിൽ കുരുമുളകിൻ്റെ എരിവാന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് പച്ചമുളകിൻ്റെ എരിവാന്നും ഇഷ്ടം. ഇതെല്ലാം അവനവന് ഇഷ്ടമുള്ളതുപോലെ എരിവ് കണക്കാക്കിക്കോണം. പക്ഷെ ഇൻഗ്രീഡിയൻസ് ഈ പറയുന്ന കൂട്ട് തന്നെ എല്ലാം നമ്മൾ ചേർക്കണം. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നത്തിനല്ല എല്ലാം നമ്മൾ പരീക്ഷിക്കണം. എല്ലാ ഭക്ഷണവും നമ്മൾ ഇന്നതേ ചെയ്യത്തുള്ളൂ, അയ്യോ അതൊക്കെ അവർക്കേ ചെയ്യാനൊക്കത്തുള്ളൂ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും മടി പിടിച്ചിരിക്കല്ലേ. എല്ലാം നമ്മൾ ട്രൈ ചെയ്യണം. റോയൽ ആണെങ്കിൽ റോയൽ, അതല്ല ദാബ സ്റ്റൈൽ ആണെങ്കിൽ ദാബ സ്റ്റൈൽ. നമുക്കൊന്നും അറിയാൻ മേലാന്നൊന്നും ആരും നമ്മളെ എന്നാ പറയുക താത്തു തരുത്. അതുകൊണ്ട് നമുക്കെല്ലാം പഠിച്ചിരിക്കണം. ഞാൻ എന്നാ പഠിച്ചാലും ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ട് അത് ഷെയർ ചെയ്യും. അത് എന്നാ പറയുന്നത്, എന്നെ പോലെ ഇഷ്ടംപോലെ വീട്ടമ്മമാർ കാണുമേ ഇതേപോലെ കുക്കിങ്ങിന് ഇഷ്ടമുള്ളവരെ, അവരെല്ലാം ഉണ്ടാക്കട്ടെ. എന്നുവെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാം എന്താ പറയുക എന്നും സന്തോഷവും, ഒരു ആഹാരത്തിൽ കൂടി ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുക ഒരു പിണക്കം മാറ്റാൻ പറ്റും, ഒരു സന്തോഷം കൊണ്ടുവരാൻ പറ്റും, ഒരു വെറൈറ്റി കൊടുക്കാൻ പറ്റും, എന്നെല്ലാം ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നൊരു റോയൽ ഫുഡിലോട്ട് തന്നെ പോവാം. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് നോക്കാം. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം വേണം, പിന്നെ കുറച്ച് കശകശ, ഏലക്കായ, ഗ്രാമ്പൂ, പച്ചമുളക്, തേങ്ങ, പട്ട, മഞ്ഞപ്പൊടി. ഇത് ഒരു 4 ഉള്ളി അരച്ചെടുത്തേക്കുവാണ്. കുറച്ച് നെയ്യ്, പട്ടയുടെ ഇല, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഉപ്പ്, തേങ്ങാപ്പാല്, പച്ചമുളക്, തൈര്. ഇത് നമ്മുടെ പശുവും പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ടേക്കുവാണ്. ഇത് കുറച്ച് ഫ്രഷ് ക്രീം.
ഇത് 1 കിലോ ചിക്കൻ. മിക്ക പിള്ളേരും ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എല്ലില്ലാത്ത കഷ്ണമേ കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ചില നിർബന്ധങ്ങളുണ്ട്. ഇപ്പം ഇനി എല്ലുള്ളതായാലും എല്ലില്ലാത്തതായാലും വീട്ടിൽ എന്നാ പിള്ളേർക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്തേച്ചാൽ മതി, ഇന്നതേ പാടുള്ളൂ എന്നൊന്നും പറയുന്നില്ല. പിന്നെ കറിവേപ്പില ഈ സൈഡിൽ വെച്ചേക്കുന്ന എന്നാണെന്നറിയാവോ, അവിടെ കറിവേപ്പില ഒന്നും ഇടാറില്ല. പക്ഷേ കുറേ ദിവസമായി കറിവേപ്പില ഇട്ടിട്ട് എൻ്റെ ഒരു മനസ്സമാധാനക്കേട് കൊണ്ട് ഞാൻ സൈഡിൽ അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇടണ്ട, കാരണം ഇതിനകത്ത് ഇടുകയില്ല. അതിനകത്ത് ഇഷ്ടം പോലെ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടോ, അതാ ഏറ്റവും നല്ലത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഉള്ളി അരിഞ്ഞ് വഴറ്റാനാണെങ്കിൽ വേണ്ട, ഇതേപോലെ ഉള്ളി അരച്ചു വെക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അരച്ചു വെക്കുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേസ്റ്റും കൂടെ അരയ്ക്കണം. അതിന് വേണ്ടിയ സാധനങ്ങൾ കുറച്ച് ജീരകം, കശവശ ഇറച്ചി ആയതുകൊണ്ട് നിറച്ചിടാം. ഒരു 2 സ്പൂൺ നിറച്ചിട്ടു. പിന്നെ ഏലക്ക ഒരു 3-4 എണ്ണം. ഗ്രാമ്പും അതേപോലെ തന്നെ. വറ്റൽമുളക് എരിവുള്ളതാന്നേലും നമ്മുടെ എരിവ് അനുസരിച്ച്, അതിനിപ്പോൾ എരിവുള്ളതാന്നേലും അല്ലേലും നമുക്ക് എന്തോരം എരിവ് വേണോ അതനുസരിച്ച് അരയ്ക്കുക. ചിലപ്പം വറ്റൽമുളക് അരയ്ക്കുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന പൊടിയുടെ എഫക്റ്റ് കിട്ടുകയില്ലാന്ന് വെച്ചോ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പകുതി വറ്റൽമുളക് ഇടുക, ബാക്കി പൊടിയും കൂടി ഇട്ടേച്ച് അരച്ചാൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ. അതായത് നമുക്ക് ആ ഒരു ഫുൾ പേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ. ഒരു എന്നാ പറയുക, 2 പിടി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കൈപ്പിടി ആയിപ്പോവും. ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചോ കണക്ക്. പിന്നെ ഇതേപോലത്തെ മുഴുത്ത പട്ടയ കിട്ടുന്നെങ്കിൽ ഒരു ഇച്ചിരി ഇടാവുള്ളൂ. ഇതിന് ഭയങ്കര പട്ടയുടെ ഒരു കുത്തൽ ഭയങ്കരമായിട്ടുണ്ട്. ഒരു കുറച്ചിട്ടേച്ചാൽ മതിയേ. സാധാ നമ്മൾ പട്ട ഇടുന്ന കൂട്ട ഒത്തിരി അങ്ങ് ഒടിച്ചിടുകയല്ലേ, അതേ കൂട്ടിടരുത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, 2 in 1 എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് വെച്ച് എണ്ണ ഒഴിക്കേണ്ടവർക്ക് എണ്ണ ഒഴിക്കാം. അതല്ല ഗീ ആണ് ഏറ്റവും നല്ല. നെയ്യിൽ ഉണ്ടാക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അത് ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നെയ്യെ തന്നെ ഉണ്ടാക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഇതിനകത്തോട്ട് ഒരു 2 പട്ടയുടെ ഇല. ഇത് നമ്മുടെ വീട്ടിൽ പട്ട ഉണ്ടെങ്കിൽ അങ്ങനെ ആ പച്ചയില ഇട്ടാലും മതി, അതല്ല ഡ്രൈഡ് ആണെങ്കിൽ അങ്ങനെ ഇട്ടേച്ച് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉള്ളി. ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഈ നമ്മൾ ചേർത്തേക്കുന്ന ഉള്ളിയിൽ അതിൻ്റെ ആ ഉള്ളി അരച്ചെടുക്കുമ്പോൾ നല്ലോണം വെള്ളം കാണും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇട്ടേച്ച് നല്ലോണം ആ വെള്ളം വറ്റി നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിത് വഴറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിനകത്ത് ചേർക്കരുത്. നല്ലോണം വറ്റിയിട്ട് ഒരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് വേണം നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ. ഇതിപ്പോൾ ഇവിടെ ഈ പ്രൊസീജിയർ ഇവിടെ നടക്കട്ടെ. നമുക്ക് അരയ്ക്കാൻ കുറച്ച് സാധനമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആണെങ്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. ഞാൻ ആ ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ വെള്ളം എല്ലാം വറ്റിയേച്ച് വരുമ്പം ഈ ഒരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇതിനകത്ത് ചേർക്കാം. എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഇത് ബേസിക്കലി ഈ ഡിഷ് ഉണ്ടല്ലോ ഒരു ഇച്ചിരി സ്പൈസി ആണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പച്ചമുളകും വറ്റൽമുളകും ഒക്കെ ചേർക്കാനായിട്ട്. ഇത് വറ്റൽമുളക് തന്നെ ചേർത്ത് അരയ്ക്കുന്നതാണ് ഏറ്റവും സ്വാദ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് അരയ്ക്കാൻ ഒരു ഇച്ചിരി മെനക്കേട, അരഞ്ഞു വരാൻ ഇച്ചിരി പ്രയാസമാണ്. പക്ഷെ തേങ്ങയിലൂടെ അരയ്ക്കുമ്പോൾ അത്രയും പ്രയാസമൊന്നുമില്ല. പിന്നെ വറുത്തേച്ചൊന്നും അരച്ചേക്കരുത്.
ഇതിനകത്ത് ആ പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് നല്ല വൃത്തിയായിട്ട് മാറണം. ഉള്ളി നല്ല ബ്രൗൺ ആയി എന്ന് വിചാരിച്ചാൽ ബാക്കിയൊന്നും ആയില്ല വിചാരിക്കല്ല, നല്ലോണം അതൊന്ന് മാറണം. നമുക്കറിയാം ആ മണം വരുമ്പോഴത്തേനും നമുക്കറിയാം ഒരു പച്ചച്ചൊവ്വയുടെ മണം നല്ലതായിട്ട് വരിക. പച്ചമുളകിന് തന്നെ ഒരു എന്താ പറയുക, നമ്മൾ പച്ചക്ക് അരിയുമ്പോഴത്തേനും ഒരു മണമില്ല, ആ മണം ഇങ്ങനെ നമ്മൾ ആ എണ്ണയിലിട്ട് മൂക്കുമ്പോൾ തന്നെ ഉണ്ടാവും. അത് മാറി നല്ല വെന്ത ഒരു മണം വരും, ആ ഡിഫറെൻ്റ് ആയിട്ടൊരു മണം വരുമ്പോഴത്തേനും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഇതിനകത്തോട്ട് ആയി കഴിഞ്ഞേക്കുക. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് അരഞ്ഞു കഴിയുമ്പോൾ ഈ കളറായിരിക്കും. ഇത് കുറച്ചുകൂടെ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി മുളക് പൊടി ചേർത്തേച്ചാൽ മതി. പിന്നെ ഒരു കാര്യവും കൂടെ ഉണ്ട്, നമ്മൾ ഇതിനകത്ത് പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ചേർത്തിട്ടുണ്ട്, കശകശ എല്ലാം ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ, നമ്മുടെ കണക്കിനനുസരിച്ച് മസാല പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുകയല്ലേ, നമ്മൾ ചതച്ച് വെക്കുകയല്ലേ, പൊടിച്ച ഗരം മസാല അല്ല, പൊടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൊടിച്ചിടുന്നതിനാണ് കുറച്ചുകൂടെ നല്ലൊരു മണവും ഗുണവും ഉള്ളത്. പൊടിച്ചു വെക്കുന്നതിനകത്ത് കൊള്ളുകയില്ല. എനിക്കത് അതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുന്നതെന്നല്ല. അങ്ങനെ തോന്നുവാണെങ്കിൽ, മസാല പോരാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. കാര്യം നമുക്ക് മലയാളികൾക്കുണ്ടല്ലോ ഇച്ചിരി എരിവും പുളിയും മസാലയും എല്ലാം വേണം ഒരു ഇറച്ചിക്കറി എന്ന് പറയുമ്പോൾ. പിന്നെ റോയൽ ടച്ച് വരുമ്പോൾ അവർക്ക് അത്രയും ആവശ്യമില്ലായിരിക്കും. പക്ഷേ ഹൈദരാബാദ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി അവരുടെ ഫുഡെല്ലാം ഒത്തിരി സ്പൈസിയാണ്. ഒരു ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് തെളിയാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിക്കകത്താന്നേലും അരപ്പുണ്ട്, അതും നമുക്ക് കളയണ്ട. എന്നാൽ നമ്മുടെ അരപ്പിന് ഇച്ചിരി വെള്ളം വേണം തന്നെ. ചേർത്തേക്കുന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റണം. വറ്റിയേച്ച് നമ്മൾ ചേർത്ത് നെയ്യ് ഇങ്ങനെ സൈഡിൽ തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ ആ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി തൈര് പുളിയുള്ളതാണെങ്കിൽ നോക്കി ഒഴിച്ചേക്കണം. എന്നാൽ നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോ ചേർക്കുന്നില്ല, അതും കൂടെ നോക്കിയേച്ച് വേണം തൈര് ചേർക്കാൻ. തൈര് എപ്പോഴും റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും നല്ലത് കട്ടി തൈര് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ ചിക്കൻ ചേർക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാപ്പാലും തേങ്ങാപ്പാലിനകത്തെല്ലാം കിടന്ന് വേണം നമ്മുടെ ചിക്കൻ വേവാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലിൽ കുങ്കുമപ്പൂ ഇട്ട് വെച്ചിരുന്നേ, അതും കൂടെ ഇതിനകത്ത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്രീം, ഹാഫ് ക്രീം മാത്രം ചേർത്താൽ മതി. പിന്നെ ലാസ്റ്റ് ബാക്കിയും കൂടെ ചേർത്ത് ഏറ്റവും കൂടുതൽ സ്പൈസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയുടെ കളർ ഡിഫറൻസ് ഉണ്ടാവും. നല്ല ഡിഫറൻസ് ആണ് ആ ചിക്കൻ കറിക്ക് വരുന്നത്. അവിടെ ടു സ്പൈസിയാണ്, നമുക്ക് അത്രയും ഓക്കെയല്ല. ഇതൊക്കെ നമ്മുടെ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു നോർമൽ സ്പൈസിനെസ്സേ ഉള്ളൂ. ഇതിൻ്റെ സ്പൈസിൻ്റെ ഏറ്റക്കുറച്ചിൽ എപ്പോഴും നമ്മുടെ കയ്യിലാണ്. നമുക്കൊക്കെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്തോണം. ഇറ്റ് ഈസ് സ്പൈസി, നമ്മളെക്കാട്ടിലും
കുറച്ചുകൂടെ സ്പൈസി മുന്നെയാണ്. അപ്പോൾ ആ ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ അത്രയും സ്പൈസി ആക്കണം. പക്ഷെ നമ്മുടെ ആനീസ് കിച്ചണിനകത്ത് ഈ പറഞ്ഞ പോലെ ഗസ്റ്റൊക്കെ വരുന്നതാണ്, അന്നേരം അവർക്ക് ഒത്തിരി എരിവ് കൊടുക്കാൻ ഒക്കെയല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഫ്ലേവർ കൊടുക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാനിവിടെ ലിമിറ്റ് ചെയ്യുന്നത്. പക്ഷെ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ എന്നാൽ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാനുള്ളയാ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിന് ഡിഷിൻ്റെ കാര്യവും കൂടെ ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് സ്പൈസി ഡിഷാണ്. ഉള്ളി മൂപ്പിക്കാനായിട്ടും ഒന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ അതിന് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. ഇപ്പം എന്തായാലും നമ്മൾ ഈ ചേർത്തേക്കുന്ന ക്രീമും തേങ്ങാപ്പാലും ഒന്നും ഈ ഇത്രയും ചിക്കൻ വേകാനായിട്ടുള്ള പോരാ. അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോവാ, ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് ചിക്കൻ ഒന്ന് നല്ലതായിട്ട് വെന്ത് വരും. നമുക്ക് ചിലർക്കൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എരിവിൻ്റെ കാര്യത്തിൽ പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കുക. അതല്ല വറ്റൽമുളക് തന്നെ അരച്ച് ചേർക്കാനാണെങ്കിൽ അങ്ങനെ ചേർക്കുക. അതല്ല എരിവ് വേണ്ട, കറിക്ക് നല്ല നിറം വേണമെന്ന് തോന്നുവാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുക. ഇത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്നതും ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഗസ്റ്റ് വരുന്നതുകൊണ്ട് ടു സ്പൈസി ആക്കാൻ ഒക്കത്തില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ദിസ് ഇസ് സ്പൈസി. ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കാനൊന്നുമില്ല. ചിക്കൻ നല്ലതായിട്ട് വെന്ത് നമ്മൾ ചേർത്ത നെയ്യ് നല്ലോണം മീതെ തെളിഞ്ഞു വരണം. തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഓഫ് ചെയ്യുന്നതിന് ഒരു 5 minutes ബിഫോർ ബാക്കി ക്രീമും കൂടെ ചേർക്കുക. വേറെ ഒന്നും ചേർക്കുക വേണ്ട. പിന്നെ എന്നാന്ന് വെച്ചാൽ അഥവാ എരിവ് വേണമെങ്കിൽ ഇപ്പോൾ ചിക്കൻ വേകുന്നതിന് മുന്നേ വേണം ചേർക്കാൻ. ഇപ്പം എനിക്ക് ആസിറ്റീസ് ഒന്നും ചേർക്കാനില്ല. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് കലാവിരുതുകൾ ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. കാര്യം അത്രയും വലിയൊരു എന്താ പറയുക പ്രസൻറ്റേഷൻ ചെയ്യാൻ മാത്രം ഉള്ളൊരു തല എൻ്റെ കയ്യിലില്ല കേട്ടോ. ഉണ്ടാക്കാനൊക്കെ ഈ പറഞ്ഞ പോലെ പല പരിശ്രമങ്ങളൊക്കെ ചെയ്ത് ചെന്നൈയിലൊക്കെ ഔട്ട്പുട്ട് നന്നാക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു ഫുഡ് പ്രസൻറ്റ് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ പ്രസൻറ്റേഷനും അതിൻ്റെ ഒരു ഭാഗമാണ്.